രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പാഠഭാഗം ആരംഭിച്ചാലോ? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ കൂപ്പി കണ്ണൊക്കെ അടച്ച്. കാലിത്തൊഴുത്തിൽ പിറന്ന ഞങ്ങളുടെ പൊന്നുണ്ണീശോയെ, ഞങ്ങളിന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈശോയുടെ കുഞ്ഞുമക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠം 8 ആരംഭിച്ചു അല്ലേ? കിഴക്കുദിച്ച നക്ഷത്രം. ആ കിഴക്കുദിച്ച നക്ഷത്രത്തിന്റെ കഥ നമ്മൾ കേട്ടു അല്ലേ? കഥയുടെ പകുതി ഭാഗമായിട്ടുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കതിന്റെ ബാക്കി കേൾക്കണ്ടേ? എല്ലാവരും ഉറക്കെ പറഞ്ഞ് കേൾക്കണമെന്ന്. കേൾക്കണല്ലേ? അപ്പൊ നമുക്ക് കഥ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്കിയാലോ, എവിടം വരെ എത്തിന്ന്. 3 ജ്ഞാനികൾ ഇങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. അവർക്ക് മുമ്പിൽ കിഴക്കൊരു നക്ഷത്രം ഉദിക്കുന്നു. ആ നക്ഷത്രമായിരുന്നു അല്ലേ നമ്മുടെ സുന്ദര നക്ഷത്രം. ആ നക്ഷത്രത്തിന്റെ കഥയല്ലേ നമ്മൾ കേട്ടേ? ആ നക്ഷത്രത്തെ പിന്തുടർന്ന് ജ്ഞാനികള് രക്ഷകനെ തേടി യാത്ര ആരംഭിക്കുന്നു. യാത്രയുടെ ഇടയിൽ അവരെന്ത് ചെയ്യുന്നു? രാജകൊട്ടാരത്തിൽ കയറി വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അല്ലേ? ആ രാജാവിന്റെ പേരെന്തായിരുന്നു? അവിടുത്തെ രാജാവിന്റെ പേര് തോമസ് ഊട്ടി പറയുന്നുണ്ടല്ലോ. രാജാവിന്റെ പേരെന്തായിരുന്നു? ഹേറോദോസ് രാജാവ്. അങ്ങനെ രാജകൊട്ടാരത്തിൽ നിന്ന് ജ്ഞാനികൾ ഒരു വിവരം അറിഞ്ഞു. എന്ത് വിവരം അറിഞ്ഞേ? യൂദയായിലെ ബെത്ലഹേമിലാണ് ആ ശിശു ജനിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ യൂദയായിലെ ബെത്ലഹേമിലേക്ക് യാത്ര തുടരുന്നു. യാത്രയിൽ കൂടെ അവരുടെ കൂടെ ആരുണ്ടായിരുന്നു? കിഴക്കുദിച്ച നക്ഷത്രം അവരുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലെ? അങ്ങനെ അവരെവിടെ എത്തി? കിഴക്കുദിച്ച നക്ഷത്രത്തിന്റെ കൂടെ അവരെവിടെ എത്തിച്ചേർന്നേ? ഒരു കാലിത്തൊഴുത്തിൽ എത്തിച്ചേർന്നു അല്ലെ? കാലിത്തൊഴുത്തില് അവർ ആ സുന്ദരമായ കാഴ്ചയൊക്കെ കണ്ടത് നമ്മൾ കേട്ടു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട കഥ തന്നെയാണ്. അങ്ങനെ അവർ ഈശോയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നതും, എന്തൊക്കെ സമ്മാനങ്ങളാ കൊടുത്തേ? ഓർമ്മയുണ്ടോ? 3 സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. ആ പേരൊന്ന് പറഞ്ഞേ. സ്വർണം, മീറ, കുന്തിരിക്കം. ഇത്രയാണ് നമ്മുടെ കഥ എത്തി നിൽക്കുന്നത്. നമുക്ക് ഈ കഥയുടെ ബാക്കി ഭാഗം അറിയണല്ലേ? അങ്ങനെ ജ്ഞാനികള് ഈശോയ്ക്ക് സമ്മാനങ്ങളെല്ലാം കാഴ്ച സമർപ്പിച്ചതിന് ശേഷം തിരിച്ചു പോരാണ്. അപ്പൊ ഹേറോദോസ് രാജാവ് അവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ആ കാര്യം? നിങ്ങൾ ഉണ്ണിയെ കണ്ട് തിരിച്ചു പോകുമ്പോഴേ ഈ കൊട്ടാരത്തിൽ കയറി എന്നോട് ആ ഉണ്ണിയെ കുറിച്ചുള്ള വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയണം. എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോയാൽ മതിയെന്ന് ഹേറോദോസ് രാജാവ് അവർക്കൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? പാവം ജ്ഞാനികള് രാജാവ് പറഞ്ഞതല്ലേ, അന്ന് അങ്ങനെ തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഹേറോദോസ് രാജാവിന്റെ അടുത്തേക്ക് വരുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അവരുടെ മുൻപില് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ജ്ഞാനികളോട് പറയാണ്, നിങ്ങൾ ഇപ്പൊ കൊട്ടാരത്തിലേക്ക് ഹേറോദോസ് രാജാവിന്റെ അടുത്തേക്ക് പോകണ്ട. കാരണം ഹേറോദോസ് രാജാവ് നമ്മുടെ ഉണ്ണീശോയെ കുറിച്ച് അറിഞ്ഞാല് അവനെ കൊല്ലാനായിട്ട് പദ്ധതികൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ പോയി ഈ വിവരങ്ങളും വിശേഷങ്ങളും ഒന്നും പറയണ്ട. നിങ്ങൾ വേറെ വഴിക്ക് നിങ്ങളുടെ ദേശത്തേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന് പറയാണ്. പാവം ജ്ഞാനികള് ഈ ദൂതൻ പറഞ്ഞത് കേട്ട് അനുസരിച്ച് അവർ ഹേറോദോസ് രാജാവിനെ കാണാതെ വഴി മാറി അവരുടെ ദേശത്തേക്ക് തിരിച്ചുപോയി. ഇതാരറിഞ്ഞു? ഇത് ഹേറോദോസ് രാജാവ് അറിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൂലേ, ആളിത്തിരി പ്രശ്നക്കാരനാ. ഹേറോദോസ് രാജാവ് ഈ വിവരം അറിഞ്ഞ് ആകെ ദേഷ്യപ്പെട്ടു, കോപിതനായി. എന്നിട്ട് രാജകൊട്ടാരത്തിലുള്ള എല്ലാ പടയാളികളെയും ഇങ്ങോട്ട് വിളിച്ചു. എല്ലാവരും ഓടി വന്നേന്ന് പറയാണ്. ഓടി വന്ന പടയാളികളോട് അദ്ദേഹം ഒരു കൽപ്പന കൊടുക്കുകയാണ്. ആ കൽപ്പന കേട്ടാൽ നമുക്കൊക്കെ വിഷമാവൂട്ടാ. കൽപ്പന ഇങ്ങനെയായിരുന്നു: അന്ന് ബെത്ലഹേമിൽ ഉണ്ടായിരുന്ന 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയുക. അതായിരുന്നു കൽപ്പന. എന്തായിരുന്നു? 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയുക. അതായിരുന്നു കൽപ്പന. ഇതിലൂടെ ഹേറോദോസ് രാജാവ് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആൺകുട്ടികളെ കൊല്ലാണെങ്കിൽ അതിൽ ഈശോയും പെടൂല്ലേ? അങ്ങനെ ഈശോനെ വധിച്ചു കളയാം, കൊന്നുകളയാന്നായിരുന്നു ഹേറോദോസ് രാജാവിന്റെ പ്ലാൻ. പക്ഷെ ഉണ്ടല്ലോ, ഈ പ്ലാൻ നമ്മുടെ ദൂതൻ മനസ്സിലാക്കി. ദൂതന് ഈ പ്ലാൻ മനസ്സിലായി. ദൂതൻ ഓടി വന്നിട്ട് ഔസേപ്പിതാവിനോട് പറയാ, എടാ ഔസേപ്പേ, നീ വേഗം എഴുന്നേറ്റേ. ഹേറോദോസ് രാജാവ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയെ കൊല്ലാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. നീ വേഗം ഉണ്ണീശോയെയും മറിയത്തെയും കൊണ്ട് ഇവിടുന്ന് ഓടിക്കോ, വേഗം പോയിക്കോളാൻ പറയാണ്.
ഔസേ പിതാവ് ഇത് കേട്ട അപ്പം തന്നെ എന്ത് ചെയ്തു? ഉണ്ണിയെയും മറിയത്തെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോവാണ്. ഇസ്രായേൽ ദേശത്തിൽ നിന്ന് ഈജിപ്ത് ദേശത്തേക്ക് പോവാണ്. പക്ഷേ ഹെറോദോസ് രാജാവ് ഈ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടാ. ആള് ഹെറോദോസ് രാജാവിന്റെ കൽപ്പന പ്രകാരം പടയാളികള് അന്ന് അവിടെ ഉണ്ടായിരുന്ന 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുമക്കളെയും കൊന്നുകളയാണ്. നമുക്കൊക്കെ വിഷമായില്ലേ? ഇല്ലേ? ആ കുഞ്ഞുമക്കളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഡിസംബർ 28-ാം തീയതി നമ്മൾ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാള് ആഘോഷിക്കുന്നത്. എന്നാണ് ഡിസംബർ 28-ാം തീയതി കുഞ്ഞു പൈതങ്ങളുടെ തിരുനാള്. നമുക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ, കുഞ്ഞു ഉണ്ണികളായിരുന്നപ്പോൾ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ നിങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. ഡിസംബർ 28-ാം തീയതി പള്ളിയിൽ കൊണ്ടുപോയി കുർബാന കാണിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അച്ഛൻ നിങ്ങളുടെയൊക്കെ നെറ്റിയിൽ ഇങ്ങനെ കുരിശ് വരച്ച് ആശീർവദിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് നേർച്ചകൾ തന്നിട്ടുണ്ട്, കുറച്ച് സമ്മാനങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. നിങ്ങൾ ചോദിച്ചു നോക്കുക കേട്ടോ, അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കുക, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. ഇനി നമുക്ക് ഈ കൊറോണയൊക്കെ മാറി നമ്മുടെ ക്രിസ്തുമസും കുഞ്ഞു പൈതങ്ങളുടെ ദിനമൊക്കെ നമുക്ക് ആഘോഷിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കഥ ഇപ്പോൾ എവിടെ എത്തി? ഇപ്പം നമ്മുടെ ഔസേ പിതാവും മറിയും എവിടെയാ? ഈജിപ്തിൽ പോയിട്ട് താമസിക്കുകയാണ്. ഉണ്ണീശോയും മറിയും ഔസേ പിതാവും ഹെറോദോസ് രാജാവിനെ പേടിച്ചിട്ട് ഈജിപ്തിൽ പോയി താമസിക്കുക. അങ്ങനെ കാലം കുറേ കടന്നുപോയി. കുറേ കാലം കടന്നുപോയപ്പോൾ ഹെറോദോസ് രാജാവിന് വയസ്സായി, അദ്ദേഹം മരിച്ചു. ഈ സംഭവം ആരറിഞ്ഞു? നമ്മുടെ ദൂതൻ അറിഞ്ഞു. ദൂതൻ അങ്ങനെയാ, പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അറിയും. ദൂതൻ ഓടി വന്നു ഔസേ പിതാവിൻ്റെ അടുത്തേക്ക്. വീണ്ടും പറയാ, ഔസേപ്പേ വേഗം നീ എഴുന്നേറ്റോ, നിങ്ങൾ പേടിച്ചിരുന്ന നിങ്ങളുടെ ശത്രു ഹെറോദോസ് രാജാവ് മരിച്ചു. ഇനി നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോന്നോളൂ എന്ന് പറയാണ്. ഔസേ പിതാവിന് വളരെ സന്തോഷമായി. കാരണം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാണല്ലേ. സ്വന്തം നാട്ടിലേക്ക് ഈശോയെയും മറിയത്തെയും കൂട്ടി അദ്ദേഹം തിരിച്ചു വരികയാണ്. അങ്ങനെ ഇസ്രായേൽ ദേശത്തേക്ക് ഔസേ പിതാവും മറിയവും ഈശോയും തിരിച്ചു വന്നു. അവിടെ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. പട്ടണത്തിന്റെ പേരെന്തായിരുന്നു? നസ്രത്ത് എന്ന പട്ടണത്തിൽ ഈശോയും മറിയും ഔസേ പിതാവും കൂടി ജീവിക്കുകയാണ്. അവരുടെ ഒരു കുഞ്ഞേ കുടുംബല്ലേ. ആ കുടുംബത്തിന് നമ്മളൊരു പേര് പറയുമല്ലോ. ഈശോയും മറിയും ഔസേ പിതാവും ഉൾപ്പെടുന്ന കുഞ്ഞേ കുടുംബത്തിന് നമ്മൾ പറയുന്ന പേരാണ് തിരുകുടുംബം. നമ്മുടെ വീടുകളിലൊക്കെ തിരുകുടുംബത്തിന്റെ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ? തിരുകുടുംബം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈശോയെ നമ്മൾ നസ്രായൻ എന്ന് വിളിക്കുന്നത്. യഹൂദരുടെ രാജാവായ നസ്രായേൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ജീവിച്ച കാരണം. അപ്പോൾ ടീച്ചറെ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരാം. ആ പാട്ടൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. നസ്രായൻ കർത്താവേ, ലോകത്തിൻ സൃഷ്ടാവേ, തിരുവചന പൊരുളായി മണ്ണിൽ വന്നു പിറന്നവൻ ഈശോയേ, പാവനനാമിശിഹായേ, തിരുവചനത്തിരു മുൻപിൽ അപദാനം പാടി 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 നമിച്ചു വണങ്ങുന്നു. ഒന്നുകൂടെ പാടി. നസ്രായൻ കർത്താവേ, ലോകത്തിൻ സൃഷ്ടാവേ, തിരുവചന പൊരുളായി മണ്ണിൽ വന്നു പിറന്നവൻ ഈശോയേ. എന്താ നമ്മൾ ഫസ്റ്റ് ലൈൻ എന്താ കേട്ടെ? നസ്രായനായ ഈശോയെ എന്നാണല്ലേ. നസ്രത്ത് എന്ന പട്ടണത്തില് തിരുകുടുംബത്തിൽ മറിയത്തിന്റെയും ഔസേ പിതാവിന്റെയും കൂട്ടത്തില് സന്തോഷത്തോടെ ജീവിച്ചു വന്ന കാരനാണ് നമ്മുടെ രാജാവായ ഈശോയെ നമ്മൾ നസ്രായൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ അത്ഭുത നക്ഷത്രത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയ കഥയാണ് കിഴക്കുദിച്ച നക്ഷത്രത്തിന്റെ കഥ. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ? നിങ്ങളെ ഈ ഒരു കിഴക്കുദിച്ച നമ്മുടെ സ്വന്തം നക്ഷത്രത്തിന്റെ കഥ നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തികൾക്കും ഒക്കെ പറഞ്ഞു കൊടുത്തോളൂ കേട്ടാ. ഇനി നമ്മൾ ചോദിക്കട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഒരു മാസം ഉണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മാസം ഉണ്ട്. ഏത് മാസം അത്? ഡിസംബർ മാസം അല്ലേ. എന്താ ഡിസംബർ മാസത്തിന്റെ പ്രത്യേകത? എന്താ? ക്രിസ്തുമസ് മാസമാണല്ലേ. ഡിസംബർ 1-ാം തീയതി തന്നെ നമ്മളൊരു കാര്യം ചെയ്യും. എന്താ അത്? അപ്പച്ചനോടും അമ്മച്ചിയോടൊക്കെ വാശി പിടിച്ചിട്ട് നമ്മൾ വീട്ടിൽ എന്തിടും? സ്റ്റാർ ഇടും അല്ലേ? നക്ഷത്രം തൂക്കില്ലേ? എന്തിനു വേണ്ടിയിട്ടാ ഈ നക്ഷത്രം ഇടണേ? എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ കിഴക്കുദിച്ച നക്ഷത്രത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമ്മൾ പുൽക്കൂടൊക്കെ പണിയില്ലേ? പുൽക്കൂട്ടിൽ കുറേ രൂപങ്ങൾ വെച്ചത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതിൽ ഒട്ടകവും ഒട്ടകത്തിന് പുറത്തിരിക്കുന്ന ജ്ഞാനികളൊക്കെ ഉണ്ടാവും അല്ലേ?
നമ്മൾ കണ്ട ജ്ഞാനികളില്ലേ നമ്മുടെ പാഠത്തില്, ആ ജ്ഞാനികളുടെ ഓർമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ്, അവരെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുൽക്കൂട്ടില് അവരുടെ രൂപങ്ങളൊക്കെ വെക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ പാഠം അവസാനിക്കുകയാണ്. പാഠം അവസാനിക്കുമ്പോൾ നമുക്ക് നല്ല കുറേ തീരുമാനങ്ങൾ എടുക്കണം അല്ലേ? എടുക്കണ്ടേ? എന്താണെന്നറിയോ, ഈ പാഠം അവസാനിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം ഇങ്ങനെയാണ്. നമ്മുടെ ജ്ഞാനികളെ ഈശോയെ കാണാൻ വന്നുല്ലോ, കുറേ ദൂരത്തുനിന്ന് കാണാൻ വന്നു അല്ലേ? കുറേ ത്യാഗങ്ങളും വിഷമങ്ങളൊക്കെ സഹിച്ചാണ് അവർ വന്നത്. അങ്ങനെ വിഷമങ്ങളും ത്യാഗങ്ങളും സഹിച്ച് അവരെത്തിയപ്പോൾ അവർക്ക് ഉണ്ണീശോയെ കാണാനായിട്ട് സാധിച്ചു അല്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിലും കൊച്ചു കൊച്ചു ത്യാഗങ്ങളും വിഷമങ്ങളൊക്കെ സഹിച്ച് ഈശോയെ കാണാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ ഈശോയെ കാണാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും എന്നാ പറയണേ. നിങ്ങൾ ശ്രമിക്കില്ലേ? ഈശോയെ കാണാനായിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോകണമായിരുന്നു അല്ലേ? ഇപ്പം നമുക്ക് പറ്റണില്ല. എങ്കിലും നമ്മുടെ വീടുകളിൽ കുർബാനയൊക്കെ കണ്ട് കുടുംബ പ്രാർത്ഥനയിലൊക്കെ നന്നായി പങ്കെടുത്ത് ഈശോയെ കണ്ട് സന്തോഷം നേടാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി ടീച്ചർ ആക്ടിവിറ്റി തന്നില്ലല്ലോ. ആക്ടിവിറ്റി വേണ്ട നിങ്ങൾക്ക്. ഇത്രയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 40 ഒരു കുറേ സ്റ്റാറുകൾ കാണും, കുറേ നക്ഷത്രങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ക്രമരഹിതമായിട്ട് ഓർഡറിലല്ല കൊടുത്തിരിക്കണേ. നിങ്ങൾ അതിനെ ആ നക്ഷത്രങ്ങളെ ഇങ്ങനെ ഓർഡറിൽ വെക്കുമ്പോൾ പാഠത്തിൽ പഠിച്ച ഒരു സ്ഥലത്തിൻ്റെ പേര് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ നക്ഷത്രത്തെ ഓർഡറിൽ വെച്ചിട്ട് ആ സ്ഥലം ഏതാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവരും ചെയ്യില്ലേ? ആ, മിടുക്കര്. ഇനി പാഠം അവസാനിക്കുമ്പോൾ ടീച്ചർ ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ നിങ്ങളോട്. ഏത് മിടുക്കനാ മിടുക്കി ഉത്തരം പറയാൻ നോക്കട്ടെ. ആദ്യത്തെ ചോദ്യം എന്താ വരുന്നു കേട്ടോ, കേട്ടിരുന്നോ? ആദ്യത്തെ ചോദ്യം ഇതാണ്: ജ്ഞാനികള് ആരെ അന്വേഷിച്ചാണ് വന്നത്? ജ്ഞാനികള് ആരെ അന്വേഷിച്ചാണ് വന്നത്? അവിടുന്ന് കുറേ മിടുക്കന്മാരും മിടുക്കികളും ഉത്തരം പറയുന്നുണ്ട്. ആരെ അന്വേഷിച്ചാ? ആ, യഹൂദരുടെ രാജാവായ ഈശോയെ അന്വേഷിച്ച്. മിടുക്കര്. അപ്പം എല്ലാവർക്കും ഒരു ഫ്ലവർ ക്ലാപ്പ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ജ്ഞാനികള് ഈശോയ്ക്ക് എന്തെല്ലാം സമ്മാനങ്ങളാണ് നൽകിയത്? എന്തൊക്കെ സമ്മാനങ്ങളാണ് നൽകിയത്? ഒന്ന് ഓർഡറിലൊന്ന് പറഞ്ഞേ എല്ലാവരും. ആ, അവിടുന്ന് പറയുന്നുണ്ടല്ലോ, ജോസൂട്ടി പറയുന്നുണ്ട്. എന്തൊക്കെ സമ്മാനങ്ങളാ? സ്വർണം, മീറ, കുന്തിരിക്കം. മിടുക്കൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈശോയെ നസ്രായൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈശോയെ നസ്രായൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടാ? ആ, നസ്രത്ത് എന്ന പട്ടണത്തിൽ വളർന്ന കാരനാണ് ഈശോയെ നമ്മൾ യഹൂദരുടെ രാജാവായ നസ്രായൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ പാഠം നന്നായി പഠിച്ചു, കിഴക്കുതിച്ച നക്ഷത്രത്തിൻ്റെ കഥ കേട്ടു. അപ്പം നമുക്ക് അവസാനിപ്പിച്ചാലോ? നമുക്കൊരു പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കാം അല്ലേ? വിനീതരായ ആട്ടിടയരെയും വിജ്ഞാനികളായ ജ്ഞാനികളെയും തന്നിലേക്ക് ആകർഷിച്ച ദൈവമേ, ഞങ്ങളെയും അങ്ങിലേക്ക് ആകർഷിക്കാനായി ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.